സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ആദ്യം ചോറ് വേവിച്ച് വെക്കാം. 2 ഗ്ലാസ് അരി 4 ഗ്ലാസ് വെള്ളം വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് മാറ്റി വയ്ക്കാം. ഒരു ക്യാരറ്റ്, ഒരു 5-8 ബീൻസ്, 2 മുട്ട, 250 ഗ്രാം ചിക്കൻ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും ഉപ്പുമിട്ട് ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിൽ തന്നെ ചെറുതായി വെള്ളം ഉണ്ടാകും. 3 ആവി വരുന്നത് വരെ വേവിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇനി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. ഇത് അധികം സാധനങ്ങളൊന്നുമില്ലാതെ സിമ്പിളായി ഉണ്ടാക്കിയ ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇനി ഇതിലേക്ക് 2 മുട്ട, 2 നുള്ളി ഉപ്പിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമിട്ട് ഒന്ന് അടിച്ച് എടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. ഇത് ഫ്രൈഡ് റൈസിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് നല്ലതുപോലെ ആയ ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ ചെറിയ രീതിയിൽ മുറിച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ ഇടുന്നതാണ് നല്ലത്. ഇതൊന്ന് ആയ ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കാബേജ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ വെളുത്ത കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്ത കുരുമുളക് ഇല്ലെങ്കിൽ കറുത്തതായാലും മതി. നല്ലപോലെ ഇളക്കിയ ശേഷം ഇനി ഒന്ന് മൂടി വയ്ക്കാം. അധിക സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ സിമ്പിളായി ഉണ്ടാക്കിയതാണ് ഈ ഫ്രൈഡ് റൈസ്. ഇനി ഇതിലേക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഇട്ട് കൊടുക്കാം.
നേരത്തെ വേവിച്ച് വെച്ച ചെറുതായി മുറിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഗീയും ഓയിലുമെല്ലാം കുറച്ച് ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവർ രോഗികൾ ആവാതിരിക്കാൻ വേണ്ടിയാണ്. കുറച്ചിട്ടാലും നല്ല സ്വാദ് തന്നെയാണ്. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഞാൻ അര ടീസ്പൂൺ മാത്രമാണ് ഇട്ടത്. ഗീയുടെ സ്വാദ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇളക്കി ചേർത്ത ശേഷം 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അതിനുശേഷം ഇത് തുറന്നെടുക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.